ഹായ് ഹലോ. ആം, ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിലെ ഒരാളായിരുന്നു അന്ന സെബാസ്റ്റ്യൻ. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള 26 വയസ്സ് മാത്രമുള്ള ഒരു യങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ അച്ഛനും അമ്മയും പറയുന്നത് വെച്ചിട്ട് സ്കൂൾ ടോപ്പറായിരുന്നു, ഡിഗ്രി ടോപ്പറായിരുന്നു. CA രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഫൈനൽ പാസ്സായിട്ട് ആദ്യമായിട്ട് ഇ വൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്മൾ ബിഗ് ഫോർ എന്നൊക്കെ പറയുന്ന കമ്പനിയിൽ ഒരെണ്ണമാണ്. അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റിലാന്ന് തോന്നുന്നു ജോബ് കിട്ടി. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട്. അവിടുത്തെ വർക്ക് പ്രഷർ താങ്ങാൻ വയ്യാതെ മരിച്ചുപോയി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ എന്താ പറയണ്ടേ, അല്ലെങ്കിൽ ഒന്നും മരവിച്ചു പോയ അവസ്ഥയായിരുന്നു എനിക്ക്. അതിലിനി അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ കമ്പനിയെ കുറ്റം പറയാനോ മാനേജേഴ്സിനെ കുറ്റം പറയാനോ അതിന്റെ ഒന്നും പിന്നിൽ പോകാനല്ല, അല്ലെങ്കിൽ അതിനവരെ കുറ്റം പറയാനൊന്നും വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ. ഞാൻ എന്താണ് സംസാരിക്കാൻ പോകണമെന്നൊരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പോണ കണ്ടന്റിന് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഞാൻ ഓപ്പണായിട്ട് എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ഇത്രയും കോമ്പറ്റീറ്റീവ് ആവേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പൈസയ്ക്ക് പിന്നിലും നമ്മൾ ഓടുന്നുണ്ട്, നമ്മുടെ സക്സസിന്റെ പിന്നിലും. അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ നിന്ന് തരുന്ന പ്രഷർ, ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് തരുന്ന പ്രഷർ, നെയ്ബേഴ്സിന്റെ പ്രഷർ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ അവിടുത്തെ പ്രഷർ, അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ അങ്ങനെ പ്രഷർ. നിങ്ങൾ നോക്കി, നിങ്ങൾ വളരുന്ന കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് മരിക്കുന്ന അന്ന് വരെയും നമുക്ക് ഒരു പ്രഷേഴ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ അന്നയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്കൂളിൽ വളരെ നന്നായിട്ട് പഠിച്ചു, ഡിഗ്രിക്ക് നന്നായിട്ട് പഠിച്ചു, CA കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ആ കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടാവുക നമ്മളെപ്പോലെ. എനിക്ക് അതിലെന്താ പ്രോപ്പറായിട്ട് പറയേണ്ടതെന്നോ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നോ അറിയില്ല. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മക്കളെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. എന്ത് കഷ്ടതകളായാലും, എന്ത് വിഷമ സിറ്റുവേഷൻ ആയാലും, അത് ഫൈനാൻഷ്യലി ആയാലും എന്ത് തന്നെ ആയാലും, നമുക്ക് ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ട്. 2 ദിവസം നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റ് ആവാൻ പറ്റും. എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു ജോലി പോയി കഴിഞ്ഞാൽ വേറെ 1000 ജോലി നമുക്ക് കിട്ടുമായിരിക്കും. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളാണ് ഏറ്റവും വലുത്, നമ്മുടെ കമ്പനി അല്ല വലുത്. നമ്മളില്ലെങ്കിൽ കമ്പനി റൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിചാരിക്കുക, നമ്മളാണ് ഏറ്റവും വലുത്. നമുക്ക് ഒരിടത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റൊരിടത്ത് ജോലി കിട്ടും. ഒരു ടേമിൽ നിങ്ങൾ പാസ്സായില്ലെങ്കിൽ അടുത്ത ടേമിൽ പാസ്സാവും. എനിക്കറിയാം, നമ്മുടെ ഈ ക്ലാസ് കാണുന്ന കുട്ടികൾ, എനിക്ക് 30,000+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഉള്ളത്. ഈ ആൾക്കാരൊന്നും, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ആൾക്കാരല്ല. അവർക്ക് നമ്മുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ആൾക്കാർ 100 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ അത് 5 പേരോ 10 പേരോ ഒക്കെ ആയിരിക്കും ജയിക്കുക. ബാക്കി 90 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു പ്രഷർ സിറ്റുവേഷനിലായിരിക്കാം. കുറെ നാളായിട്ടുണ്ടാവും CMAക്കോ CAക്കോ CS ഒക്കെ ജോയിൻ ചെയ്തിട്ട് പാസ്സാവുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, ഈ കോഴ്സ് എനിക്ക് വേണ്ടതാണോ? ഞാനിത് പഠിച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുമോ? ഈ പ്രഷേഴ്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നല്ലൊരു ഫ്യൂച്ചർ, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നിങ്ങൾ നന്നായിട്ട് വാലുവേറ്റ് ചെയ്യുക. പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഗോൾഡ് മൈൻ തന്നെയാണ്. നമുക്ക് ഇവിടെ പഠിക്കാനും ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നതും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും നല്ല ശമ്പളം ഏൺ ചെയ്യാനും ഒക്കെ പറ്റുന്ന അടിപൊളി കരിയർ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ പറ്റത്തില്ല എന്നാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ പരിപാടി നോക്കുക. എൻ്റെ കൂടെ പഠിച്ച കുറേ പിള്ളേരുണ്ട്. കൂടെ പഠിച്ചതും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അവർ CMA പഠിച്ചു, കുറച്ച് അറ്റംപ്റ്റ് ഫെയിലായി. CA പഠിച്ചു, കുറച്ച് അറ്റംപ്റ്റ് ഫെയിലായി. പുറത്ത് എബ്രോഡ് ജോലി ചെയ്യുന്ന, പുറത്ത് എബ്രോഡ് MBAയും അതുപോലുള്ള പല കോഴ്സുകളായിട്ട് പല വെറൈറ്റി ഫീൽഡിൽ പോയ മ്യൂസിഷ്യൻസ് ആയ ആൾക്കാരെ എനിക്കറിയാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. മക്കളെ, ലൈഫിൽ സക്സസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ആസ്പെക്ട്, അല്ലെങ്കിൽ ഒരേ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കോടിക്കണക്കിന് കൊട്ടക്കണക്കിന് പൈസ ഏൺ ചെയ്തെന്ന് വെച്ചോ. ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരന്മാർക്കില്ലേ, ജെഫ് ബെസോസ് ആയിക്കോട്ടെ, നമ്മുടെ ടെസ്ലയുടെ ഓണർ ആയിക്കോട്ടെ, ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും അവരുടെ ഫാമിലി സൈഡ് ഭയങ്കര ഡിസാസ്റ്റർ ആണ്. പല ആൾക്കാരും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് മരിച്ചതിന് ശേഷം ഡിവിഡൻഡ് കിട്ടിയത് തന്നെ ഹൈ എമൗണ്ട്, ഭയങ്കര കോടിക്കണക്കിന് രൂപയാണ് ഡിവിഡൻഡിന്റെ ഷെയർ ആയിട്ട് കിട്ടിയത്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞതാ, ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി, പക്ഷെ ഞാൻ എന്റെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയിന്ന്. ഹാപ്പി ആവാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട്. CMA നിങ്ങൾക്ക് CMA ഒക്കെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. പക്ഷേ ഈ സമയത്തൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ മതി. നിങ്ങൾ പഠിക്കുന്ന സമയത്തായാലും എല്ലാം. നിങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളില്ലേ, അതൊക്കെ ചെയ്യണ്ടേ? CMA പാസ്സായിട്ടോ അല്ലെങ്കിൽ CA പാസ്സായിട്ടോ കുറേ പൈസ ഏൺ ചെയ്യുക, അല്ലെങ്കിൽ ജോലിക്ക് പോകാന്നുള്ളതിൽ, അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളില്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കണ്ടേ? നല്ല ജോലി വാങ്ങണം, കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ
നിങ്ങളുടെ ഹോബി എന്താണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ, അതൊക്കെ കൂടി നിങ്ങൾ ചെയ്യുക. ഈ പഠിക്കുന്നതിന്റെ കൂടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, സിനിമ കാണാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, കൂട്ടുകാരോട് പുറത്ത് പോകുന്നതാണോ, കളിക്കുന്നതാണോ, സംസാരിക്കുന്നതാണോ, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങളിങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങൾ പഠിച്ച് 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 പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നോ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നവനാണ് ഒന്നാമൻ, അല്ലെ? ഏറ്റവും നന്നായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നവനാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒന്നാമൻ. പക്ഷേ പഠിച്ച കാര്യത്തിനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവനോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി സക്സസ്ഫുൾ ആവുന്നവനോ അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒന്നാമനും രണ്ടാമനും ഒക്കെ ആവുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മ. അതുകൊണ്ട് ഒരു ബുക്കും അല്ലെങ്കിൽ ഒരു പേപ്പറും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ടാലന്റ് ഒന്നും അളക്കാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ മെഷേഴ്സ് ആണ്, ഓരോ ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്ന മെഷേഴ്സാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. വെറുതെ ഓവർ പ്രഷർ കൊടുക്കരുത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് സ്ട്രോങ് ആയിട്ട് ഒരു വിരലിട്ട് കുത്തിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക മക്കളെ. ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. ഇനിയും ഇതുപോലുള്ള ഇൻസിഡൻസ് നടക്കുകയും ചെയ്യും. ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചർ ഉണ്ടാവും. ഞാൻ അവിടുത്തെ കൾച്ചർ ടോക്സിക് ആണെന്നല്ല പറയുന്നത്. എക്സ്ട്രാ ഈ ഓവർ പെർഫോം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ കുറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡ് ആവാം, ബാക്കിയുള്ള ഫീൽഡൊക്കെ ആവാം. അവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഓവർ പെർഫോം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ആ ഓവർ പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും മാനേജേഴ്സിനും ഹൈ ലെവൽ മാനേജേഴ്സിനും അതിന്റെ ഓണേഴ്സിനും ഒക്കെ കൂടുതൽ ഇഷ്ടം. എന്നിട്ട് നമ്മളോട് പറയാം അവരെ പോലെ ആവും, അവർ ചെയ്യുന്നത് പോലെ ചെയ്യും. അയാൾ 100 കൊടുക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 150 ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ 100 കൊടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് 80 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് നോർമലാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെയുള്ള വലിയ ഊരാക്കുടുക്കിലൊന്നും ചെന്ന് പെടരുത്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. നിങ്ങൾക്ക് 8 മണിക്കൂറാണ് ജോലിയെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. നമുക്ക് ട്രെയിനിങ്ങിന് പോണ കുറേ സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ ട്രെയിനിങ്ങിന് പോണ സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. സാറ് ഞങ്ങളോട് രാവിലെ 7 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 8 മണി വരെയൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ലീവ് തരുന്നില്ല, സാലറി തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഞങ്ങൾ വിത്ത്ഹെൽഡ് ചെയ്യും, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കാര്യം ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നോ പറയുന്നത് കൊണ്ടോ നിങ്ങളുടെ പാരന്റ്സിനോട് സംസാരിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. അവരെന്ത് വിചാരിക്കും? അത് മോശമല്ലേ? എങ്ങനെയാ നോ പറയുന്നത്? മറ്റേ ആൾ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നോ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ ലൈഫാണ്. ഇപ്പൊ എന്റെ ലൈഫാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫാണ്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മളാ. നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഇഷ്ടമില്ലാത്തതും എല്ലാം എല്ലാം നമ്മുടെ മാത്രമാണ്. നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് നന്നായിട്ട് ഡിസൈഡ് ചെയ്യാം. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും നമ്മുടെ കൂടെ വേണം. അവർക്കെല്ലാം നമ്മൾ അങ്ങ് അറ്റം വരെയും വേണം, അവസാനം വരെയും നമ്മൾ കൂടെ വേണം. ഇപ്പൊ നമുക്കൊരു ഏർലി 20s ആയിരിക്കും നിങ്ങളുടെ ഏജ്. നമുക്കങ്ങ് 90 വയസ്സ് വരെയൊക്കെ ജീവിക്കാനുള്ളതാ. സന്തോഷമായിട്ടിരിക്കാം മക്കളെ. ഇതൊന്നും ഈ CMAയും CA ഒന്നും അല്ല ഒരു ഫുൾ സ്റ്റോപ്പ്. അതൊന്നും അല്ല അൾട്ടിമേറ്റ് വിക്ടറി എന്ന് പറയുന്നത്. സന്തോഷമായിട്ടിരിക്കാം. ഞാനിപ്പോൾ എന്തൊക്കെയാ സംസാരിച്ചത് എന്നുള്ള ബോധം എനിക്കില്ല. ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ എനിക്ക് സംസാരിക്കണം തോന്നി. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അന്നയ്ക്കും അന്നയുടെ പാരൻസിനും നമ്മൾ എന്ത് തന്നെ വാക്ക് പറഞ്ഞാലും അതൊന്നും ആവില്ല.